നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തരുടെ അംഗീകാരം ലഭിച്ചെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികൾ. CPM വിശ്വാസികൾക്കൊപ്പം. ശബരിമല കേസിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കണമെന്നുള്ളതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്നും MV ഗോവിന്ദൻ. ഗവർണർക്കെതിരെ വീണ്ടും മന്ത്രി R. ബിന്ദു. സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ജനാധിപത്യ മര്യാദകളെ ഗവർണർ ലംഘിക്കുന്നു. സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളിൽ യാതൊരു അധികാരവുമില്ലെന്ന ഗവർണറുടെ വാദം മൂഢത്വം. കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നും മന്ത്രി R. ബിന്ദു. തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. 1 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. എരുമപ്പെട്ടി സ്വദേശി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ കസ്റ്റഡിയിൽ. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തരുടെ അംഗീകാരം ലഭിച്ചെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അയ്യപ്പ സംഗമത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികളാണെന്നും MV ഗോവിന്ദൻ തൃശൂരിൽ പറഞ്ഞു. രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരാണ് വർഗീയവാദികളെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അയ്യപ്പ സംഗമത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികളാണ്. വർഗീയവാദികൾക്കൊപ്പമല്ല, വിശ്വാസികൾക്കൊപ്പമാണ് CPM. സംസ്ഥാന സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തരുടെ അംഗീകാരം ലഭിച്ചു. ശബരിമല കേസിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കണമെന്നുള്ളതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. കോടതിയുടെ പരിഗണനയിലായിരുന്ന യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നിലപാടുകളോട് യോജിച്ചാണ് ഇപ്പോൾ തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അയ്യപ്പ സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികളും. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് പോകണം വർഗീയവാദികളെ ഫലപ്രദമായി പ്രതിരോധിക്കുക. ആ നിലപാടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കി പറയണം. വെറുതെ എന്തെങ്കിലും വർത്താൻ തോന്നിയിട്ട് പറഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞത് പിന്നെ പറയണ്ട. മനസ്സിലായില്ലേ? വിശ്വാസികൾക്കൊപ്പം വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് വർഗീയവാദികളെ ശക്തിയായ രീതിയിൽ പ്രതിരോധിക്കേണ്ടത്. തെറ്റായില്ലേ? ഗവർണർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ടെന്ന് ഡിജിറ്റൽ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇതെല്ലാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും കോടതി ഒരു നിലപാട് സ്വീകരിച്ചു. ഇത് അംഗീകരിക്കാതെ മുന്നോട്ടു പോവുകയാണ് ഗവർണറെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. വിപണിയിൽ 1 കോടി രൂപ വില വരുന്ന 1 കിലോ ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. സംഭവത്തിൽ എരുമപ്പെട്ടി സ്വദേശിയെ ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എരുമപ്പെട്ടി സ്വദേശി മുഹമ്മദിനെയാണ് ലഹരിവിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തത്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത്. പിടിച്ചെടുത്ത 1 കിലോ ഹാഷിഷ് ഓയിലിന് വിപണിയിൽ 1 കോടി രൂപ വില വരുമെന്ന് അധികൃതർ പറഞ്ഞു. പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ട്രെയിനിൽ വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തന്നെ ഇയാൾ പിടിയിലായി. ഈസ്റ്റ് പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് ലഭിച്ചത്, തൃശൂരിൽ ആർക്കാണ് മയക്കുമരുന്ന് എത്തിച്ചത് എന്നതുൾപ്പെടെ അന്വേഷിക്കും. ഇയാളുടെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് അധികൃതർ പറഞ്ഞു. നേരത്തെ കുഴൽപ്പണക്കേസുകളിൽ മുഹമ്മദ് പ്രതിയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് അധികാർ യാത്ര. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നൈറ്റ് മാർച്ചും പൊതുയോഗവും നടന്നു. മാർച്ച് ചെറുതുരുത്തി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച് കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെന്ററിൽ അവസാനിച്ചു.
മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയെ പപ്പു എന്നും മറ്റും പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തുള്ള BJP ഒഴികെ NDA ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു. തേജസ്വി യാദവ് ആയാലും സ്റ്റാലിനായാലും MA ബേബി കേരളത്തിലെ MA ബേബി ആയാലും ഒക്കെ പിണറായിക്ക് മാത്രമേ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇന്ന് രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചിരിക്കുന്നു. വളരെ വ്യക്തമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ കണക്കുകളൊന്നും വായിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഒരു കാലത്ത് നേരത്തെ എന്നോട് സംസാരിക്കുമ്പോൾ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധി പണ്ട് ബീഹാറിനോട് യാത്ര നടത്തി. ആ യാത്രയിൽ ഇതുപോലെ ഇന്ത്യ രാജ്യത്തെ ബീഹാറിനെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. ഡൽഹി എന്നൊരു പ്രദേശത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അവരെ സന്ദർശിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി യാത്ര പുറപ്പെട്ടു. വളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ OU ബഷീർ, കെ മോഹൻദാസ്, ഉദയകുമാർ, രതീഷ്, ഖാദർ മോൻ, സുധാകരൻ, തമ്പിമണി, അർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. KM മുഹമ്മദ് സ്വാഗതവും PC സലീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗവർണർക്കെതിരെ മന്ത്രി R. ബിന്ദു. സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ജനാധിപത്യ മര്യാദകളെ ഗവർണർ ലംഘിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളിൽ യാതൊരു അധികാരവുമില്ലെന്നു പറയുന്നത് മൂഢത്വമാണെന്നും R. ബിന്ദു തൃശൂരിൽ പറഞ്ഞു. സർവകലാശാലകളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ ഒന്നിച്ചു നീങ്ങുന്നതിനു പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു ആവശ്യപ്പെട്ടു. ഗവർണറുടെ നീക്കം അപലപനീയമാണ്. സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളിൽ യാതൊരു അധികാരവുമില്ല എന്ന് പറയുന്നത് മൂഢത്വമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. തീർച്ചയായും അത് വളരെയധികം ഖേദകരവും അപലപനീയവുമായ ഒരു കാര്യം തന്നെയാണ്. സംസ്ഥാന സർവകലാശാലകൾ അവ പൊതു സർവകലാശാലകളാണ്. അവയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകി വരുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ കേരള നിയമസഭയിൽ രൂപീകൃതമാകുന്ന ആക്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർവകലാശാല നിലവിൽ വരുന്നത് തന്നെ. ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിൽ പ്രത്യേകമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ ഇനീഷ്യേറ്റീവാണ് അത് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത്. രാജ്യചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ആ സർവകലാശാലയിൽ ഉൾപ്പെടെ യാതൊരുവിധ അധികാരവുമില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ മൂഢത്വമാണ് എന്നാണ് പറയാനുള്ളത്. സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ജനാധിപത്യ മര്യാദകളെ ഗവർണർ ലംഘിക്കുകയാണ്. ഒടുവിൽ വന്ന സുപ്രീം കോടതി വിധി തർക്കം പരിഹരിക്കാനുള്ള ഫോർമുലയായിരുന്നു. അത് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നതിനു പകരം പ്രശ്നം വഷളാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും ഇത് ഖേദകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ഓണച്ചന്ത മണ്ണൂരിൽ തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ജീവനക്കാർ, കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ നേഹ ഉണ്ണി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഷീബ നന്ദിയും പറഞ്ഞു. ചന്ത ഈ മാസം 4-ാം തീയതി വരെ തുടരും. കർഷകരിൽ നിന്നും 10% വില അധികം നൽകി 30% വില കുറവിലാണ് വിൽപ്പന നടത്തുന്നത്. ാണ് ഈ ചന്ത നല്ല രീതിയിൽ നടത്തുന്നത്. നമ്മളിപ്പോൾ എല്ലാം വിഷമില്ലാത്ത പച്ചക്കറി, അതായത് നമ്മളിപ്പോൾ കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കുമ്പോൾ വിഷരഹിതമായ അതായത് വിഷാംശം അടങ്ങിയ പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് കർഷകരെല്ലാം തന്നെ കൃഷി ചെയ്ത പച്ചക്കറികളാണ് ഇന്ന് നമുക്ക് ഇവിടെ എല്ലാം തന്നെ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത്. ദേശമംഗലം മാനവരക്ഷാ സംഘം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണവും ഓണപ്പുടവയും നൽകി. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക അഭിവൃദ്ധി നിറഞ്ഞാടി നിൽക്കുന്ന കേരളത്തിൽ ആ കാർഷിക മേഖലയിൽ പണിയെടുത്ത് അതിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം ശേഖരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആണ് ഓണം എന്നുള്ളൊരു സങ്കല്പം വരുന്നത്.
അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊക്കെ കടന്ന പല ചോദ്യങ്ങൾക്കും ചിലപ്പോൾ ഉത്തരങ്ങളുണ്ടാവില്ല. ഞാൻ വിശദാന ഭയത്താൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു. എന്നിരുന്നാലും ഓണത്തെയും ജാതീയതയും മതത്തിൻ്റെയും എല്ലാം പേരിൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ വർഗീയമായ ജാതീയമായ ചിന്താഗതികളുള്ള ആളുകൾ അവർ ഓണത്തിനെയും ഇതുപോലെ വർഗീയവൽക്കരിക്കാൻ തീവ്രമായ പരിശ്രമം നടത്താനിരിക്കുന്നു. ഇപ്പോൾ സുബഖാനെ പോലെയുള്ള സാധാരണക്കാരോടൊപ്പം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണമാണെങ്കിലും റംസാനാണെങ്കിലും സ്കൂൾ തുറക്കുന്ന സമയത്താണെങ്കിലും എല്ലാം തൻ്റെ കയ്യിലുള്ള സമ്പാദ്യവും ആളുകളിൽ നിന്ന് ലഭ്യമാകുന്ന പൈസയും എല്ലാം ഉപയോഗപ്പെടുത്തി ജാതിമത ചിന്തകൾക്കതീതമായി ആർക്കൊക്കെയാണോ സഹായം എത്തിക്കേണ്ടത് അവരെ കണ്ടെത്തി അർഹരാ. MRS സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് MB മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വാർഡംഗം പുഷ്പജ, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് VS ലക്ഷ്മണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മഞ്ജുള, സുശീല, കോൺഗ്രസ് നേതാവ് മഹേഷ് വെടുത്തെടുത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധിമോൾ, നസീറ സുധീർ, ഷമീറ സിറാജ്, മോനിഷ, K മധു തുടങ്ങിയവർ സംസാരിച്ചു. MRS ജനറൽ സെക്രട്ടറി K ഹനീഫ സ്വാഗതവും മണികണ്ഠൻ ഉള്ളനൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ പഞ്ചായത്തിൽ ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കി. ഉച്ചയ്ക്ക് ഓണസദ്യയും ഉണ്ടായിരുന്നു. തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓണാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എന്തായാലും ഈ കഴിഞ്ഞ 5 വർഷം നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയത്. എല്ലാ പരിപാടികളിലും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ 14 മെമ്പർമാരും നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാഫുകളും അതുപോലെ തന്നെ എല്ലാ ആളുകളും ഒരുമിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഓണപരിപാടിയിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ കൂട്ടായ പ്രവർത്തനം ഏറ്റെടുത്ത എല്ലാവർക്കും മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓണാശംസകൾ അറിയിക്കുകയാണ്. പൈങ്കുളം മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. പൈങ്കുളം സാംസ്കാരിക നിലയത്തിൽ നടന്ന ഓണക്കിറ്റ് വിതരണം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ത്രിദീപ് കുമാർ, ട്രഷറർ MC രാമചന്ദ്രൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. കിടപ്പുരോഗികളുടെ സാന്ത്വന പരിചരണ കേന്ദ്രമായ പഴയ ലക്കിടി മർഹമ പാലിയേറ്റീവ് ക്ലിനിക്കിന് വാക്കറുകൾ സമ്മാനിച്ച് ജീവകാരുണ്യ പ്രവർത്തകൻ. അകലൂർ സ്വദേശി പ്ലാക്കാട് മുരളിയാണ് പാലിയേറ്റീവിന് വാക്കറുകൾ നൽകിയത്. പാലിയേറ്റീവ് ട്രസ്റ്റ് അംഗങ്ങൾ വാക്കറുകൾ ഏറ്റുവാങ്ങി. ശംസുദ്ദീൻ പത്രിപ്പാല, A കൃഷ്ണകുമാർ അപ്പാടത്ത്, K അനസ്, K ഫൈസൽ, ജീവകാരുണ്യ പ്രവർത്തകൻ ഗോപി ലക്കിടി, V അബ്ദു, പാലിയേറ്റീവ് നഴ്സ് ആയിഷ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. രോഗികളെ വീടുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടിയുള്ള ചികിത്സ നടത്തിക്കൊണ്ടുവരികയാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് മർഹമ പാലിയേറ്റീവ് ഈ 13 വർഷക്കാലവും നടത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ പരുത്തിപ്ര വൈഷ്ണവം ട്രസ്റ്റിന്റെ ഓണാഘോഷ പരിപാടി ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. കാലകേയവധം കഥകളിക്കുള്ള ചൊല്ലിയാട്ടം ഏതാനും ദിവസങ്ങളിലായി നടന്നുവരികയായിരുന്നു. കഥയറിയാതെ ആട്ടം കാണേണ്ട, കഥ കേട്ടോളൂ. കാലകേയവധം. പരമശിവനെ പ്രസാദിപ്പിച്ച് പാശുപതാസ്ത്രം നേടിയ അർജുനൻ ഇന്ദ്രന്റെ ആവശ്യപ്രകാരം സ്വർഗത്തിലെത്തി. അവിടെ വെച്ച് നിവാത കവചനെയും കാലകേയനെയും വധിച്ച വീരരസപ്രധാനമായ കഥയാണ് കാലകേയവധം. മകനെ കാണാനുള്ള ആശയോടെ ഇന്ദ്രൻ മാതലിയെ അർജുനന്റെ അടുത്തേക്ക് അയച്ചു. മാതലി തേര് കൂട്ടിക്കെട്ടിക്കൊണ്ടുവന്ന് ഇന്ദ്രന്റെ ആഗ്രഹമനുസരിച്ച് അർജുനനെ സ്വർഗത്തിലെത്തിച്ചു. മകനായ ജയന്തന് പോലും അസൂയ തോന്നുമാറ് അർജുനനെ ഇന്ദ്രൻ സ്വീകരിച്ചിരുത്തി. ഇന്ദ്രാണിയും അർജുനനെ കണ്ട് സന്തുഷ്ടയായി. കഥകളിയുടെ ചൊല്ലിയാട്ടം ഏതാനും ദിവസങ്ങളായി പ്രധാന നടൻ ഡോക്ടർ പാഴൂർ ദാമോദരൻ്റെ ഗൃഹത്തിൽ നടന്നു വരികയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കഥകളി ആരംഭിക്കും. തിരശീല മാറ്റുമ്പോൾ 1-ാം രംഗത്തിൽ പച്ചവേഷത്തിൽ ഇന്ദ്രനും മിനുക്ക് ഉടുത്തുകെട്ടിൽ മാതലിയുമെത്തും. ഇന്ദ്രൻ മാതലിയോട് പറയുന്ന പദമായ മാതലേ നിശമയ, തുടർന്ന് മാതലിയുടെ മറുപടി പദമായ ഭഗവതീയ നിയോഗം. ഇതോടെയാണ് രംഗം ആരംഭിക്കുന്നത്. സ്വർഗവർണ്ണന കഴിയുന്നതുവരെയാണ് കഥകളി. കലാനിലയം മനോജ് ഇന്ദ്രനായും കലാമണ്ഡലം വിപിൻ ശങ്കർ മാതലിയായും
ഡോക്ടർ പാഴൂർ ദാമോദരൻ അർജുനനായും കലാമണ്ഡലം വൈവസ്വത മനോ ഇന്ദ്രാണിയായും അരങ്ങിലെത്തും. അണിയറയിൽ കലാമണ്ഡലം വിശ്വാസ്, കലാമണ്ഡലം ജീവൻ എന്നിവർ പാട്ടിലും, കലാമണ്ഡലം സരോദ്, ഡോക്ടർ PKM ഭദ്ര എന്നിവർ ചെണ്ടയിലും, കലാമണ്ഡലം പ്രശാന്ത്, കലാമണ്ഡലം മധു എന്നിവർ മദ്ദളത്തിലും അകമ്പടിയാകും. കലാനിലയം പ്രശാന്ത്, കലാനിലയം വിഷ്ണു പ്രസാദ് എന്നിവരാണ് ചുട്ടി. ശ്യാം മനോഹർ, കലാമണ്ഡലം മനേഷ്, MN നാരായണൻ നായർ എന്നിവർ അണിയറയിൽ പ്രവർത്തിക്കും. രംഗഭൂഷ ഇരിങ്ങാലക്കുടയാണ് കോപ്പ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തരുടെ അംഗീകാരം ലഭിച്ചെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികൾ. CPM വിശ്വാസികൾക്കൊപ്പം. ശബരിമല കേസിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കണമെന്നുള്ളതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്നും MV ഗോവിന്ദൻ. ഗവർണർക്കെതിരെ വീണ്ടും മന്ത്രി R ബിന്ദു. സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ജനാധിപത്യ മര്യാദകളെ ഗവർണർ ലംഘിക്കുന്നു. സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളിൽ യാതൊരു അധികാരവുമില്ലെന്ന ഗവർണറുടെ വാദം മൂഢത്വം. കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നും മന്ത്രി R ബിന്ദു. തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. 1 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. എരുമപ്പെട്ടി സ്വദേശി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ കസ്റ്റഡിയിൽ. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.